ഈ കരച്ചിൽ മറ്റൊന്നിനുമല്ല മുടി വെട്ടുന്നതിനാണ് കേട്ടോ. മുടി വെട്ടാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും 3 പേരും ചാടി കയറി വണ്ടി കയറി ഇരുന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോൾ 3 പേരുടെയും 3 ടൈപ്പിലുള്ള സ്വഭാവമായി മാറി കേട്ടോ. ആദ്യം തന്നെ ചിപ്പുന് വെട്ടണം എന്ന് പറഞ്ഞ് ചിപ്പു ചാടി കയറി ഇരുന്നിട്ടുണ്ട്. ചിപ്പുന് ആദ്യം വെട്ടണ്ട എന്ന് പറഞ്ഞപ്പം അവൻ തീരെ സമ്മതിച്ചില്ല കേട്ടോ. അതിനുശേഷം കുട്ടുവാണ് വെട്ടുന്നത്. ചിപ്പുവിന് അങ്ങ് മുടി വെട്ടി കഴിഞ്ഞപ്പോഴത്തേനും ചൊറിച്ചിൽ തുടങ്ങി കേട്ടോ. ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൊറിച്ചിലാണ്. നമ്മൾ ടിഷ്യൂ പേപ്പറൊക്കെ വാങ്ങിച്ച് കുറേയൊക്കെ തട്ടി കുടഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ. എന്നാലും ആൾ അവിടെ ചെയറിൽ കയറിയിരുന്ന് ചൊറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുട്ടുവിൻ്റെയും മുടി വെട്ടി തുടങ്ങിയിട്ടുണ്ട്. ചൊറിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഇച്ചുക്കുട്ടൻ ശ്രദ്ധ മാറ്റാനായിട്ട് കുറേ ബുക്കും ന്യൂസ് പേപ്പറും എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ചൊറിഞ്ഞുകൊണ്ട് തന്നെ ആ ബുക്കൊക്കെ മറിച്ച് നോക്കുന്നുണ്ട് ആശാൻ. അങ്ങനെ അവർ ചൊറിച്ചിൽ മാറിയെന്നും പറഞ്ഞ് അപ്പുറത്തെ ഇപ്പുറത്തെയും കടയെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പോയേക്കുവാണ് കേട്ടോ. അവിടുത്തെ കടക്കാരോടൊക്കെ വർത്തമാനം പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് അവരോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ കുട്ടുവിൻ്റെ മുടി വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഇച്ചുക്കുട്ടൻ്റെ ഊഴം. ഇച്ചുക്കുട്ടനെ ഈ പ്രാവശ്യം മുടി വെട്ടാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അതിനുശേഷം മുടി വെട്ടാൻ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കയറി ഇരുന്നപ്പോൾ തന്നെ ആദ്യം കളിയും ചിരിയൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് അങ്ങ് ആശാൻ്റെ മൂടങ്ങ് മാറി കേട്ടോ. പല ഭാവങ്ങൾ മുഖത്ത് മിന്നി മറിഞ്ഞു തുടങ്ങി. പല ടൈപ്പിലായിരുന്നു ആൾ മുടി വെട്ടാനൊക്കെ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മുടി വെട്ടുന്ന സമയത്ത് ആൾ സംസാരിക്കുന്നതുകൊണ്ട് വായിലും മൂക്കിലും ഒക്കെ മുടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എത്ര പറഞ്ഞാലും അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം കരഞ്ഞും തുടങ്ങിയിട്ടുണ്ട്. മുടിവെട്ടുകാരനെ എന്തൊക്കെയോ ചീത്ത പറയുന്നുണ്ട്. അച്ഛനോട് പറയുന്നുണ്ട്, വെടിവെക്കുമെന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ മുടി വെട്ടിയ പോലെ അങ്ങ് ആക്കിയെന്നേ പറയാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ടൊന്നും മുടി വെട്ടിയില്ല കേട്ടോ. അപ്പോഴേക്കും നാക്കിൽ മുടി പോയെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായി തുടങ്ങിയിട്ട് അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ആ മുടി വെട്ടി അങ്ങ് നിർത്തുകയാണ്. അങ്ങനെ നിർത്തിക്കൊണ്ട് നമുക്കിന്ന് കുറച്ച് മരുന്നും കൂടെ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മരുന്നൊക്കെ വാങ്ങിച്ച് സാധാരണ നമ്മൾ എപ്പോഴും പോകുന്ന മരുന്ന് കടയാണ് കേട്ടോ. അവിടെ ചെന്ന് കുറച്ച് പനിക്കും ചുമയ്ക്കും സാധാരണ വാങ്ങിക്കുന്ന കുറച്ച് മരുന്നുകളെല്ലാം വാങ്ങിച്ച് നമ്മൾ ബില്ല് കൊടുക്കാൻ നേരത്തെ ആയപ്പോഴാണ് ഇതേ അവിടെ മിഠായി ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് മിഠായി വേണമെന്നും പറഞ്ഞ് 2-3 മിഠായി എല്ലാവർക്കും മേടിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്.